ഭരതനാട്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആയത്. അതിൻ്റെ കാരണം സതീഷേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല കേട്ടോ. അതിൻ്റെ കാരണം അത്രമാത്രം ഞാനിത് ഹിറ്റാവുമെന്ന് വിചാരിച്ചു. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്, ഈ പടം എന്തായാലും ഹിറ്റാവും. ഈ കോൺഫിഡൻസ് ഞാൻ ആരോടും ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഫാമിലിയിലും എൻ്റെ പാർട്ട്ണറും അല്ലെങ്കിൽ സംവിധായകൻ അവരോടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓപ്പണായിട്ട്. ഇതെന്തായാലും ഹിറ്റാണ്, മിനിമം ഗ്യാരണ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അടിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് വീണതോടുകൂടി ഞാൻ തകർന്നു പോയി. ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, പക്ഷേ ഭയങ്കര വിഷമം. എൻ്റെ ഭാര്യ, ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിരുന്നു, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സൈജു ഒന്ന് റീതിങ്ക് ചെയ്യാമല്ലേ, ബാക്ക് ടു കോർപ്പറേറ്റിലേക്ക് പോകും. ഇപ്പം ഇങ്ങനെ ഓരോ സിനിമ വരുമ്പം ഓടാണ്ട് വരുമ്പോഴത്തേക്കും ഡിപ്രസ്ഡ് ആയാലും പിന്നെ സൈജുന് അതിനല്ലേ നേരം കാണുള്ളൂ. വെച്ചാൽ ഓരോ പടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഒരാഴ്ച ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഒന്ന് ചിന്തിച്ചു, ശരിയാണ്, വിട്ടാലോ പരിപാടി. അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും OTT വന്നു. ഇതങ്ങ് കയറി അങ്ങ് ഭയങ്കര ഹിറ്റായി. പക്ഷേ ഞാൻ ആഹ്ലാദിച്ചില്ല അത്രയും. സന്തോഷം ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനത് കടിച്ചു പിടിച്ച് വെച്ച് ഞാൻ പുറത്ത് ആരോടും കാണിച്ചില്ല ഞാൻ ഇത്ര എക്സൈറ്റഡ് ആണ്. ഞാൻ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പടം ഹിറ്റായല്ലോ.